ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൈരൻ 3 ബൈ ചുങ്കത്ത് ജുവലറി, MG റോഡ്, തൃശൂർ. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. മാപ്രാണത്ത് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി സഞ്ജയ് രവി അറസ്റ്റിൽ. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ ജനരോഷം. ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റ്. കേബിൾ TV മേഖല നേരിടുന്ന വെല്ലുവിളികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഹൈബി ഈഡൻ MP. കോർപ്പറേറ്റ് ഭീമന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹൈബി. പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. സമയപരിധി കഴിഞ്ഞുവെന്ന കാരണത്താൽ ആനുകൂല്യം നിഷേധിക്കാൻ പാടില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KV മുരളീധരന് സസ്പെൻഷൻ. ബില്ലുകൾ പാസാക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സസ്പെൻഷൻ. സ്കൂൾ കായിക അധ്യാപകരുടെ ചട്ടപ്പടി സമരം തുടരുന്നു. അനിശ്ചിതത്വം മാറാതെ കായിക മേളകൾ. തൃശൂർ കാനാണി വാടാനപ്പള്ളി റൂട്ടിൽ ഈ മാസം 26 മുതൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം. വാർത്തകൾ വിശദമായി. മാപ്രാണം വർണ്ണ തിയേറ്ററിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. തിയേറ്റർ നടത്തിപ്പുകാരൻ ഇരിങ്ങാലക്കുട സ്വദേശി നെടുപുരയ്ക്കൽ സഞ്ജയ് രവിയാണ് പോലീസ് പിടിയിലായത്. വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കി കീഴടങ്ങുന്നതിനായി തൃശൂരിലെത്തിയപ്പോൾ അമല ആശുപത്രി പരിസരത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂരിലെ പ്രമുഖ അഭിഭാഷകന്റെ ബന്ധുവിന്റെ സഹായത്തിലാണ് പ്രതി അന്യസംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കേസിലെ മറ്റ് 2 പ്രതികളായ അനീഷ്, ഗോകുൽ എന്നിവർ ഒളിവിലാണ്. മറ്റൊരു പ്രതിയായ മണികണ്ഠനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വർണ്ണ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന വാലത്ത് രാജനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. രാജന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ തിയേറ്ററിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ SIമാരായ KS സുബിന്ദ്, ASI ബാബു, സീനിയർ CPO ജനിൽ, CPOമാരായ ജോസഫ്, ഷഫീർ ബാബു, AK മനോജ്, അനൂപ് ലാലൻ, വൈശാഖ് മംഗലൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മാപ്രാണം രാജൻ വധക്കേസിൽ മുഖ്യപ്രതിയായ വർണ്ണ തിയേറ്റർ നടത്തിപ്പുകാരൻ ഇരിങ്ങാലക്കുട സ്വദേശി നെടുമ്പുരയ്ക്കൽ സഞ്ജയ് രവിയെ തെളിവെടുപ്പിനായി രാജന്റെ വീട്ടിലെത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ ജനരോഷം ഇരമ്പി. സഞ്ജയിനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതറിഞ്ഞ നാട്ടുകാരും ബന്ധുക്കളും വീടിന് സമീപം തടിച്ചുകൂടിയിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ സഞ്ജയ്ക്ക് നേരെ രാജന്റെ മകളും അമ്മയും ആക്രോശവുമായി എത്തി. സംഭവത്തിൽ കുത്തേറ്റ് ചികിത്സയിലിരിക്കുന്ന മരുമകനും വേദന കടിച്ചമർത്തി സഞ്ജയ്ക്ക് നേരെ എത്തി. ഇതിനിടയിലാണ് ഇവരുടെ മറ്റൊരു ബന്ധു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കുതിച്ചെത്തി പ്രതിയെ ആക്രമിച്ചത്. ഉടൻ തന്നെ പോലീസ് പ്രതിയെ വാഹനത്തിൽ കയറ്റി. CI ബിജോയി ബന്ധുക്കളെയും നാട്ടുകാരെയും ശാന്തരാക്കിയതിനു ശേഷം വീണ്ടും പ്രതിയെ ജീപ്പിൽ നിറക്കി മിനിറ്റുകൾക്കകം തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു. കേസിലെ മറ്റ് 2 പ്രതികളായ അനീഷ്, ഗോകുൽ എന്നിവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ചാവക്കാട് പുന്നയിൽ കോൺഗ്രസ് നേതാവ് നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. SDPI പ്രവർത്തകനും ചെറുതുരുത്തി സ്വദേശിയുമായ അർഷാദിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചും പോലീസും ഉൾപ്പെട്ട പുതിയ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. ജൂലൈ 31-നാണ് കോൺഗ്രസ് പ്രവർത്തകനായ നൌഷാദിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 20 പ്രതികളാണുള്ളത്. ഇതിൽ പുന്ന സ്വദേശി അറക്കൽ ജമാൽ, വടക്കേക്കാട് സ്വദേശി ഫെബീർ, ഫൈസൽ, മുഹമ്മദ്, മുസ്തഫ, ഫാമിസ്, അബൂബക്കർ, മുബീൻ എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളും പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. COA KCCL സംരംഭക കൺവെൻഷൻ എറണാകുളം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കാനും കോർപ്പറേറ്റ് ഭീമന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹൈബി ഈഡൻ MP അഭിപ്രായപ്പെട്ടു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മാധ്യമരംഗം, കേബിൾ TV ശൃംഖല തുടങ്ങിയ മേഖലകളിൽ കുത്തകകൾ കടന്നുവരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നും MP പറഞ്ഞു. പല രംഗത്തേക്കും, അതിൽ ഈ പറയുന്ന നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അടക്കമുള്ള പല രംഗത്തേക്കും, കേബിൾ TV നെറ്റ്വർക്കിൻ്റെ രംഗത്തേക്കുമെല്ലാം ഇന്ന് കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾ കടന്നു വരുന്നത്, ഇന്ത്യയിലെ റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് കളമൊരുക്കി കൊടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകമായ ഭരണകൂടത്തിൻ്റെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഇത് കേബിൾ TV നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ, നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മാത്രം ഒരു ആവശ്യമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ച നിയമനിർമ്മാണ രംഗത്തടക്കം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കാം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട്, കേബിൾ TV മേഖലയിലേക്ക് ജിയോയുടെ കടന്നുകയറ്റം ഈ മേഖലയ്ക്ക് മാത്രമല്ല രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങൾക്ക് ദോഷകരമാണ്. ഇതിനെതിരെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കാറ്റ് മാഗസിൻ ചീഫ് എഡിറ്റർ ദിനിയാർ കോണ്ടാക്ടർ മുഖ്യപ്രഭാഷണം നടത്തി. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ K. ഗോവിന്ദൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ CR സുധീർ, KCCL ഡയറക്ടർമാരായ അബൂബക്കർ സിദ്ദിഖ്, C. സുരേഷ് കുമാർ, ഡോക്ടർ ശശി, കേരള വിഷൻ സാറ്റലൈറ്റ് ചാനൽ ചെയർമാൻ പ്രവീൺ മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. പ്രളയത്തിൽ വീട് തകർന്നതിന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞുവെന്ന കാരണത്താൽ ആനുകൂല്യം നിഷേധിക്കാൻ പാടില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ചാലക്കുടി പരിയാരം സ്വദേശിനി നീതു നൽകിയ പരാതിയിലാണ് നടപടി. പ്രളയത്തിൽ പരാതിക്കാരിയുടെ വീടിന് മുകളിലൂടെ വെള്ളം ഒഴുകി വീട് തകർന്നിരുന്നു. 10,000 രൂപ മാത്രമാണ് സഹായം ലഭിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. വീടിന് 79% കേടുപാടുകൾ സംഭവിച്ചിട്ടും ന്യായമായ നഷ്ടപരിഹാരം ലഭിച്ചില്ല. സമയപരിധിയുടെ പേരിൽ അർഹതയുള്ള ആനുകൂല്യം നിഷേധിക്കരുതെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. എളവള്ളി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കാണ് വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ അവഗണന മൂലം യാതൊരു സഹായവും ലഭിക്കാത്തത്. വാർഡ് മെമ്പറോടും വില്ലേജ് ഓഫീസറോടും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കാത്തതിനാൽ സഹായം നൽകാൻ കഴിയില്ലെന്ന് വില്ലേജ് ഓഫീസ് അധികൃതർ പറഞ്ഞതായി കല്ലായിൽ സജിത്ത് ഭാര്യ കാവ്യ പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഈ വെള്ളം കയറ്റത്തില് ഒരു 10 പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് ക്യാമ്പിൽ പോയി നിന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൈസ ഇല്ലാന്ന് അവർ നിഷേധിക്കുന്നത്. അതിന് കാരണം ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾ ഈ കുഞ്ഞു മക്കളെ ഇട്ടിട്ടാണ് ഇത്രയും ഇതില് ക്യാമ്പിലേക്കൊക്കെ പോവാണ്ട് ഞങ്ങൾ ബന്ധുവീട്ടിൽ പോയത്. മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളും വളർത്തുമൃഗങ്ങളും ഉള്ളതിനാൽ പലരും ബന്ധുവീടുകളിലാണ് മാറി താമസിച്ചിരുന്നത്. ഇവരാണ് ഇപ്പോൾ സഹായം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. പാടശേഖരത്തിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശത്തെ വീടുകളാണ് ഇവരുടേത്. മഴ പെയ്ത് വെള്ളമുയർന്നാൽ ആദ്യം വെള്ളം കയറുക ഇവരുടെ വീടുകളിലേക്കാണ്. ഈ മേഖലയിലെ മറ്റുള്ള വീടുകൾ അല്പം ഉയർന്ന പ്രദേശമാണ്. ഉയർന്ന മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയവർക്ക് സഹായം ലഭിച്ചപ്പോൾ താഴ്ന്ന മേഖലയിലെ വീടുകളിലുള്ളവർക്ക് സഹായം ലഭിച്ചില്ലെന്ന് പാണ്ഡിയത്ത് മണി പറയുന്നു. ഏറ്റവും കൂടുതൽ അനുഭവിച്ച കൂട്ടർ ഞങ്ങളാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല. ഒന്നും അനുഭവിക്കാത്ത കൂട്ടർക്ക് കൊടുക്കുന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് വേദന ഉള്ളൂ. ഗവൺമെന്റ് മുതലാണ്, ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ടെ. ഇവിടത്തെ ഭൂരിഭാഗം വീടുകളും തകർച്ചാ ഭീഷണി നേരിടുന്നവയാണ്. വീടുകളുടെ തറ മണ്ണിൽ താഴ്ന്നും ചുമരുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ട അവസ്ഥയിലുമാണ്. ജില്ലാ അധികൃതർ ഇടപെട്ട് തങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ് പാവറട്ടി. തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KV മുരളീധരന് സസ്പെൻഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ബില്ലുകൾ പാസാക്കി നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്നും ബില്ലുകൾ പാസാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടുമെന്നും പരാതിയുയർന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരണത്തിന്റെ ബില്ലുകളാണ് പാസാക്കാതെ തടഞ്ഞുവച്ചത്. ഇക്കാര്യത്തിൽ പരാതിയുയർന്നതിനെ തുടർന്ന് കളക്ടർ അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറെ സസ്പെൻഡ് ചെയ്യാനും സമഗ്ര അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിടുകയായിരുന്നു.
സംസ്ഥാനത്തെ സ്കൂൾ കായിക അധ്യാപകരുടെ ചട്ടപ്പടി സമരം തുടരുന്നു. അനിശ്ചിതത്വം മാറാതെ സ്കൂൾ കായികമേളകൾ. സ്കൂൾ ഉപജില്ലാ കായികമേളകൾ ഉടൻ പൂർത്തിയാക്കണമെന്നിരിക്കാണ് കായിക അധ്യാപകരുടെ ചട്ടപ്പടി സമരം മാസങ്ങളായി തുടരുന്നത്. ഉപജില്ലാ കായിക സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കായികാധ്യാപകർ രാജിവെക്കുന്നത് തുടരുകയാണ്. കായികമേള സംഘടിപ്പിക്കാനും മത്സരാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതുൾപ്പെടെ പ്രധാന ഉത്തരവാദിത്തം കായികാധ്യാപകർക്കാണ്. എന്നാൽ മേളകളുടെ ഗെയിം സെക്രട്ടറി ചുമതല ഏറ്റെടുക്കാൻ കായികാധ്യാപകർ തയ്യാറാകത്തുമൂലം ഓണാവധിക്ക് ശേഷം നടക്കേണ്ട ഉപജില്ലാ കായികമേളകൾ അനിശ്ചിതത്വമായി തുടരുകയാണ്. മത്സര വിഭാഗത്തിലെ പ്രായപരിധി മാറ്റം, കായികാധ്യാപകർക്ക് തുല്യനീതി ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ ജൂൺ 10 മുതൽ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കായികാധ്യാപകർ ചട്ടപ്പടി സമരം ആരംഭിച്ചത്. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ KER അമെൻമെന്റ് ഉൾപ്പെടെ തുല്യജോലിക്ക് തുല്യവേതനം തുടങ്ങിയ മുഴുവൻ ആവശ്യങ്ങളിലും കായികാധ്യാപകർ സംഘടന ഉറച്ചു നിൽക്കുകയാണ്. സ്കൂൾ മേളകളുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ 12 ഉപജില്ലയിലെ കായിക മത്സരങ്ങളും ഈ മാസം 20-നകം പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ കായികാധ്യാപകരുടെ ചട്ടപ്പടി സമരത്തെ തുടർന്ന് 2 ഉപജില്ലകളിലാണ് മത്സരങ്ങൾ നടന്നത്. ചാലക്കുടി, തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിലാണ് മത്സരങ്ങൾ നടന്നത്. ചട്ടപ്പടി സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ 4 ഉപജില്ലകളിലെ കായികാധ്യാപക സെക്രട്ടറിമാർ രാജിവെക്കുകയും ചെയ്തു. കായികാധ്യാപകർ 2 വർഷം മുമ്പ് ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാത്ത പക്ഷം ചട്ടപ്പടി സമരം തുടരുമെന്ന് കായികാധ്യാപകർ വ്യക്തമാക്കി. തൃശൂർ റവന്യൂ ജില്ലയിലെ 2 സബ് ജില്ലകളിലാണ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 2 ചാലക്കുടിയും തൃശൂർ ഈസ്റ്റ് സബ് ജില്ലയിലും. ബാക്കി സബ് ജില്ലകളിലെ മത്സരങ്ങളെല്ലാം അനിശ്ചിതത്തിലാണ്. മത്സരങ്ങൾ എന്നാണെന്നോ അതിൻ്റെ ഓൺലൈൻ എൻട്രി എന്നാണോ ചെയ്യേണ്ടതെന്ന് പോലും പല സ്ഥലങ്ങളിലും പല സബ് ജില്ലകളിലും ഇപ്പോഴും അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല. അതേസമയം ചട്ടപ്പടി സമരത്തിനെതിരെ കർശന നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഓൺലൈൻ രജിസ്ട്രേഷനും കായിക മത്സരങ്ങളുടെ സംഘാടനവും നടത്താൻ കായികാധ്യാപകർ തയ്യാറാകണമെന്നും തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. അതിനിടെ കായികാധ്യാപകരും സർക്കാരും തമ്മിലുള്ള പടലപ്പിണക്കം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നതിനാൽ കായിക വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ കോടതിയെ സമീപിക്കാനുള്ള നീക്കം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കാനാണി വാടാനപ്പള്ളി റൂട്ടിൽ ഈ മാസം 26 മുതൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. റോഡിൽ അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്ന് തൃശൂർ കാനാണി ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അബ്ദുൽ കരീം, സെക്രട്ടറി CD ജോസഫ് തുടങ്ങിയവർ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹോദരിയെ പ്രണയിച്ചതിന് യുവാവിനെ അയ്യന്തോളിലേക്ക് വിളിച്ചു വരുത്തി കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സഹോദരനും കൂട്ടാളിയും പിടിയിൽ. പാലക്കാട് സ്വദേശികളായ മുണ്ടൂർ മൈലംപുള്ളി കടുവാക്കുഴി ജോയൽ, കൊട്ടന്തരപ്പിള്ളി നവക്കോട് വീട്ടിൽ നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. അയ്യന്തോൾ അമർജ്യോതി പാർക്കിന് മുൻവശത്ത് വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. കുത്തേറ്റ സുവിശേഷ പ്രചാരകനായ നിതിൻ ഗുരുതരാവസ്ഥയിലാണ്. സംഭവത്തിന് ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് സാഹസികമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിടിയിലായ ജോയലിന്റെ സഹോദരിയുമായി നിതിന്റെ പ്രണയം സംബന്ധിച്ച തർക്കത്തിനിടയിലാണ് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി ജില്ലയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ജില്ലയിലെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കും. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന്റെ ശിലാസ്ഥാപനം, വലപ്പാട് കുഞ്ഞിനി മാസ്റ്റർ സ്മാരക ഉദ്ഘാടനം, പെരിഞ്ഞനം പഞ്ചായത്ത് സോളാർ പദ്ധതി ഉദ്ഘാടനം, കണ്ണാറയിലെ അഗ്രോ പാർക്ക്, ബനാന ഹണി ഫാം ഉദ്ഘാടനം എന്നിവ മുഖ്യമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിലെ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനവും തൃശൂരിൽ അഴീക്കോടൻ ദിനം ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിലെ പ്രമുഖ വസ്ത്രവിൽപ്പനശാലയായ അക്കര ടെക്സ്റ്റൈൽസിന് മതിയായ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ നിലയത്തിന്റെ റിപ്പോർട്ട്. ആവശ്യമായ രക്ഷാമാർഗങ്ങളോ അഗ്നിശമന ഉപാധികളോ സജ്ജീകരിക്കാതെ അതീവ ഗുരുതരമായ വീഴ്ചയാണ് സ്ഥാപനം നടത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.
കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ടെക്സ്റ്റൈൽസിന് മുകളിലെ ലൈറ്റ് ബോർഡിന് തീപിടിച്ചത് ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടാണ് അണച്ചത്. കഴിഞ്ഞ ദിവസം അക്കര തിയേറ്ററിനും ഇതേ കാരണം ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കാവുന്ന രീതിയിൽ പിടിപ്പിച്ചതും നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയതുമായ ആഡംബര ബൈക്കുകൾ പേരാമംഗലം പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ 6 ബൈക്കുകളാണ് പോലീസ് പിടികൂടിയത്. പിടികൂടിയ വാഹനങ്ങളിൽ ചിലതിന് 2 ഭാഗത്തും നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കാവുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരുന്നത്. നിയമവിരുദ്ധമായി സ്റ്റിക്കർ ഒട്ടിച്ചും പെയിന്റ് അടിച്ചും യഥാർത്ഥ നിറം മാറ്റിയ വാഹനങ്ങളും കൂട്ടത്തിലുണ്ട്. കുറ്റകൃത്യങ്ങളിലും മോഷണങ്ങളിലും ഏർപ്പെടുന്നവരും മറ്റുമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളത്. യുവാക്കൾ പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കാവുന്നതുമായ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വാഹനങ്ങൾ ഓടിച്ചിരുന്നവരെക്കുറിച്ച് അന്വേഷിച്ചും വാഹനത്തിന്റെ രേഖകളും മറ്റും പരിശോധിച്ചും വാഹനങ്ങൾ യഥാർത്ഥ രൂപത്തിലാക്കിയ ശേഷമേ വിട്ടു നൽകൂ. വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണോ എന്നും പരിശോധിക്കും. മോട്ടോർ വാഹന വകുപ്പ് നിശ്ചയിക്കുന്ന പിഴയും അടയ്ക്കേണ്ടി വരും. ഇത്തരത്തിൽ നിയമവിരുദ്ധമായ രീതിയിൽ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് SI KC ബൈജു മുന്നറിയിപ്പ് നൽകി. ഇതുപോലുള്ള വണ്ടികൾ ധാരാളം ഇപ്പോൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ട്രാഫിക് നിയമ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. എന്നിട്ടും തീരെ നിയമം ലംഘിച്ചുകൊണ്ട് വിവിധ തരം ചെറുപ്പക്കാരാണ് കൂടുതൽ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ്, പല വാഹനങ്ങൾക്കും പിന്നിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല, ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. ചില വാഹനങ്ങൾക്ക് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല, മാത്രം പിന്നിൽ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് അവർ ഇതുപോലുള്ള ഫോൾഡ് ചെയ്യുന്ന തരത്തിൽ, ഇതൊക്കെ ഫോൾഡ് ചെയ്യുന്ന തരത്തിലാണ്. ബാക്കിലിരിക്കുന്ന ആളുകൾ ഫോൾഡ് ചെയ്തിട്ട് പോലീസിനെ കാണുമ്പോൾ, പ്രധാനമായിട്ടും പോലീസിനെ കാണുമ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് നടക്കുന്നത് ഇവർ ഒഫൻസ് എന്തെങ്കിലും നടത്തിയിട്ട് പോകുന്ന ആളുകളായിരിക്കും. അതൊക്കെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒഫൻസ് നടത്തി പോകുന്ന വാഹനങ്ങളുടെ ഗണത്തിൽ പെടുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത്. TCB തൃശൂർ. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് പ്രദേശത്ത് ഒച്ചുകൾ പെരുകുന്നത് ദുരിതമാകുന്നു. തീരമേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും കോതപ്പറമ്പിൽ കണ്ടെത്തിയ ഒച്ചുകൾ ഇവയിൽ നിന്നും വ്യത്യസ്തമാണ്. വീടുകളുടെ മതിലിലും പുറം ചുവരുകളിലും കൂട്ടത്തോടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒച്ചുകൾ പലപ്പോഴും വീടുകൾക്കകത്തും കയറി ശല്യം സൃഷ്ടിക്കുന്നു. പൂപ്പലും പായലുമുള്ള പ്രതലങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണുന്നത്. ഒച്ചുകൾ പെരുകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. മെനഞ്ചൈറ്റിസിന് സമാനമായ മസ്തിഷ്ക ജ്വരത്തിന് ഒച്ചുകൾ കാരണമാകുമെന്ന കണ്ടെത്തലുകളുള്ള വാർത്തകൾ നാട്ടുകാരിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. രോഗവും പട്ടിണിയും കൊണ്ട് ദുരിത ജീവിതം നയിക്കുകയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട കടമാങ്കുളം വീട്ടിൽ ബാലൻ. ക്ഷയരോഗം ബാധിച്ച ബാലനെ തനിച്ചാക്കി ഭാര്യയും മക്കളും വീടിന്റെ പടിയിറങ്ങിയതോടെ ഈ 47-കാരന്റെ ജീവിതം നരകതുല്യമായി തീർന്നിരിക്കുകയാണ്. കൂലിപ്പണിക്കാരനായ ബാലനെ 1 വർഷം മുൻപാണ് രോഗങ്ങൾ അലട്ടിത്തുടങ്ങിയത്. പനിയും ചുമയും ശ്വാസതടസ്സവും ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് 6 മാസം മുൻപ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ക്ഷയരോഗമാണെന്ന് കണ്ടെത്തിയത്. ഒരാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയ ബാലനെ ഉപേക്ഷിച്ച് ഭാര്യ കുട്ടികളുമായി പോയെന്ന് അയൽവാസികൾ പറയുന്നു. ശരീരം ശോഷിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായ ബാലന് ഇപ്പോൾ ചികിത്സയും മരുന്നും ലഭിക്കാത്ത സാഹചര്യമാണ്. കൈകൾക്ക് തളർച്ച ബാധിച്ചതിനാൽ ബാലന് ഭക്ഷണം വാരിക്കൊടുക്കണം. ചില ബന്ധുക്കൾ വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. കുളമാങ്കുളം ബാലൻ 47 വയസ്സ് എന്നൊരാൾ ഉറുമ്പരിച്ച് മൃതശരീരത്തിന് തുല്യമായി ജീവനുള്ള മനുഷ്യൻ കിടക്കുകയാണ്. ഇതിന് തിരിഞ്ഞു നോക്കാനോ ആസ്പത്രി കൊണ്ടുപോകാനോ ഭാര്യ മക്കളും കുടുംബക്കാരുണ്ടായിട്ട് പോലും തയ്യാറാവുന്നില്ല. ഈ ഭക്ഷണം കൊടുക്കുവാനോ പ്രാഥമിക സൗകര്യം നടത്താനോ യാതൊരുവിധ സൗകര്യങ്ങളും വീട്ടിലില്ല. സ്മെല്ലുകൊണ്ട് ജനങ്ങൾക്കാർക്കും പോകാനാരും തയ്യാറാവുന്നില്ല. ഭക്ഷണങ്ങളൊക്കെ വായിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ്. കൈ മുകളിലോട്ട് പൊന്തുന്നില്ല. ചികിത്സ ലഭിക്കാത്തതിനാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് ബാലൻ ഇപ്പോൾ കഴിയുന്നത്. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും ഇടപെട്ട് അനാഥനാകപ്പെട്ട ബാലന് ആവശ്യമായ ചികിത്സയും മരുന്നും ഭക്ഷണവും ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ക്ഷയരോഗം വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗം പടർന്നു പിടിക്കുമെന്ന പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. TCB എരുമപ്പെട്ടി. ഹോട്ടൽ മുറികളുടെ GST നിരക്ക് കുറച്ചു. മുറികളുടെ വാടക കുറയും. 7,500 രൂപയ്ക്ക് മുകളിൽ വാടകയുള്ളവയുടെ നിരക്ക് 28-ൽ നിന്ന് 18%. 7,500 രൂപയിൽ താഴെയുള്ളവയ്ക്ക് 18-ൽ നിന്ന് 12%. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് നിരക്ക് കുറയ്ക്കാൻ കേരളം ആവശ്യപ്പെട്ടിരുന്നു. 1000 രൂപ വരെ വാടകയുള്ളവയ്ക്ക് GST ഇല്ല. കഫീൻ ഉൾപ്പെടുത്തിയ പാനീയങ്ങൾക്ക് GST നിരക്ക് 18-ൽ നിന്ന് 28%. 12% സെസ്സും ഏർപ്പെടുത്തി.
പുതുക്കാട് ബസാർ റോഡിലെ കയ്യേറ്റങ്ങൾ പൊളിച്ചു തുടങ്ങി. ദേശീയപാത മുതൽ CI ഓഫീസ് വരെയുള്ള ഭാഗത്തെ 10 വീടുകളുടെയും കടകളുടെയും കയ്യേറിയ ഭാഗങ്ങളാണ് വെള്ളിയാഴ്ച പൊളിച്ചു മാറ്റിയത്. കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചവരുടെ ഒഴികെയുള്ള കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ പൊളിച്ചത്. വീടുകളുടെ മതിലുകളും കയ്യേറി പണിത കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും പൊളിച്ചിട്ടുണ്ട്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. തുടർന്നുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിലെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുഞ്ഞാലിപ്പാറയിലെ ക്രഷറും ക്വാറിയും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് പിന്തുണ നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവന്ന രാപ്പകൽ നിരാഹാരം സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സെക്രട്ടറി ലിനോ മൈക്കിൾ, ബെൻസൺ പെരേപ്പാടൻ, സായൂജ് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. TM ചന്ദ്രൻ, കല്യാണി, റോസിലി, കാർത്തിയൻ എന്നിവർ ചേർന്ന് ഇവർക്ക് നാരങ്ങാനീരു നൽകി. സമാപന യോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷീല വിപിനചന്ദ്രൻ, ലിജോ ജോൺ, AM ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മായന്നൂരിൽ നിന്ന് കാണാതായ 6 കുട്ടികളെ കണ്ടെത്തി. ഒറ്റപ്പാലത്തിന് സമീപം കുളപ്പുള്ളിയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് കുട്ടികൾ നാട് വിട്ടതെന്നും പോലീസ് അറിയിച്ചു. മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വിദ്യാർത്ഥികളെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായത്. രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട ഇവർ സ്കൂളിലെത്തിയിട്ടില്ലെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. പോലീസും നാട്ടുകാരും ഒരു രാത്രി മുഴുവൻ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഒറ്റപ്പാലത്തിനടുത്ത് കുളപ്പുള്ളിയിലെ ഒരു ക്ഷേത്രത്തിനടുത്താണ് കുട്ടികൾ രാത്രി ചിലവഴിച്ചത്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് നേരെ വെല്ലുവിളി. ലാലൂർ വിഷയത്തിൽ പുകഞ്ഞ് വീണ്ടും കൌൺസിൽ യോഗം. ലാലൂരിൽ സ്റ്റേഡിയം നിർമ്മാണം തടഞ്ഞ ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയലാണ് കൌൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. ലാലൂരിനെ മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി അയച്ച ഉത്തരവ് കോർപ്പറേഷൻ മേയർ മൂടിവച്ചിരിക്കുകയാണെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു. എന്നാൽ ജോൺ ഡാനിയൽ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അങ്ങനെ ഉത്തരവിറക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കഴിയില്ലെന്നും വർഗീസ് കണ്ടംകുളത്തെ പറഞ്ഞു. സർക്കാർ ഉത്തരവ് പ്രകാരമാണ് സ്പോർട്സ് കോംപ്ലക്സ് പണിയാൻ ആരംഭിക്കുന്നത്. അത് തുടരുമെന്നും ധൈര്യമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി നിർമ്മാണം തടയട്ടെ എന്നും വർഗീസ് കണ്ടംകുളത്തെ വെല്ലുവിളിച്ചു. ലാലൂരിൽ സ്റ്റേഡിയം പണിയുന്നത് നിർത്തി വീണ്ടും മാലിന്യ പ്ലാന്റ് ആക്കാനുള്ള നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെ A പ്രസാദ് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്താനും ജംഗ്ഷനുകൾ ടൈൽ വിരിക്കാനുമുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ അനുമോദനവും അധിക്ഷേപിക്കലും. എവിടെ നിന്നായാലും ഫണ്ട് കണ്ടെത്തി കടം വാങ്ങിച്ചായാലും മെക്കാഡം ടാറിംഗും ടൈൽ വിരിക്കലും നടത്തുമെന്ന് മേയർ അജിത വിജയൻ പറഞ്ഞു. ഇതിനായി പ്ലാൻ ഫണ്ടും MP ഫണ്ടും വിനിയോഗിക്കുമെന്ന് മേയർ പറഞ്ഞു. റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്തുമെന്ന് പറയുന്നതിൽ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും തകർന്ന റോഡുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കോൺഗ്രസ് BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ കോർപ്പറേഷൻ കൌൺസിലിൽ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനെതിരായ പരാമർശത്തിൽ വിശദീകരണത്തിന് അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് ബഹളത്തിനിടയാക്കി. മുൻ നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ ഷീന ചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വാടാനപ്പള്ളി സെന്ററിൽ പഞ്ചായത്ത് നിർമ്മാണം ആരംഭിച്ച ബസ് ബേക്കെതിരായി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവ് ചാവക്കാട് മുൻസിഫ് K കൃഷ്ണകുമാർ നീക്കം ചെയ്തു. വാടാനപ്പള്ളി സെന്ററിൽ ബസ് ബേ നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് റോഡിന് പടിഞ്ഞാറ് ഭാഗത്തെ വസ്തുവിന്റെ ഉടമയായ പുതിയ വീട്ടിൽ സുഹറ വാടാനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരിക്കുമെതിരായി നൽകിയ ഹർജിയിൽ നിർമ്മാണത്തിനെതിരായി ഉത്തരവ് സമ്പാദിച്ചിരുന്നു. ഉത്തരവിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. പരാതിക്കാരിയുടെ വസ്തുവിന്റെ എല്ലാ ഭാഗത്തുനിന്നും നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിന് അവകാശമുണ്ടെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മാണം നടത്താൻ പാടില്ലെന്നും ബസ് ബേയുടെ നിർമ്മാണം നിയമാനുസൃതമല്ലെന്നും പരാതിക്കാരി വാദിച്ചു. ഇരുഭാഗം വാദം കേട്ട ശേഷം പരാതിക്കാരിയുടെ വാദങ്ങൾ ശരിയല്ലെന്ന് നിരീക്ഷിച്ച കോടതി നിർമ്മാണത്തിനെതിരായി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവ് നീക്കം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്തിനു വേണ്ടി അഡ്വക്കേറ്റുമാരായ VS ശിവശങ്കരൻ, KU കൃഷ്ണപ്രഭ എന്നിവർ കോടതിയിൽ ഹാജരായി. ഇടവേള. ചെറിയ സർപ്രൈസുകൾ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകൾ തുടരുന്നു.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ സെബസ്ത്യാൻ അറയ്ക്കൽ നിര്യാതനായി 76 വയസ്സായിരുന്നു. പാവറട്ടിയിലുള്ള കുടുംബ വീട്ടിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 നടക്കുന്ന കർമ്മങ്ങൾക്ക് ശേഷം പാവറട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ സംസ്കരിക്കും. തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ ഫാദർ സെബസ്ത്യാൻ അറയ്ക്കൽ ഇരിങ്ങാലക്കുട രൂപതയിലെയും തൃശൂർ അതിരൂപതയിലെയും വിവിധ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 51ഓളം ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഫാദർ സെബസ്ത്യാൻ അറയ്ക്കൽ. ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് രംഗത്ത് പ്രശസ്തമായ ഫുഡ്മാസോൺ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പദ്ധതിയുമായി രംഗത്ത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AG ശ്രീവത്സൻ അധ്യക്ഷനായിരുന്നു. വിജയകരമായ അന്നപൂർണ പദ്ധതിക്ക് പിന്നാലെയാണ് ഫുഡ്മാസോൺ പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 119 വർഷത്തെ പാരമ്പര്യമുള്ള പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സൗജന്യമായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയാണ് ഫുഡ്മാസോൺ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെയും ഉൾപ്പെടുത്തിയാണ് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഉയരുന്നതിനൊപ്പം കൂടുതൽ കുടുംബങ്ങളെ ഏറ്റെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ജനറൽ മാനേജർ സന്ദീപ് മേനോൻ പറഞ്ഞു. തങ്ങളെ അനുകരിക്കുന്നതിനാൽ രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്ക് മാതൃകയാകണമെന്ന് ബോധവൽക്കരണ ക്ലാസ് നയിച്ച വരലക്ഷ്മി അഭിപ്രായപ്പെട്ടു. PRO മിഥുൻ മനോജ്, പ്രധാനാധ്യാപിക KS സൗഭാഗ്യവതി, PTA പ്രസിഡന്റ് PS സിജുലാൽ, സാഗർ, പ്രവീൺ, സുൾഫിക്കർ എന്നിവർ സംസാരിച്ചു. സ്കൂളിലേക്ക് 100ഓളം കസേരകൾ നേരത്തെ ഫുഡ്മാസോൺ നൽകിയിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ ഫ്രീ ഹോം ഡെലിവറി ഉൾപ്പെടെ നിരവധി സേവനങ്ങളാണ് ഫുഡ്മാസോൺ വാഗ്ദാനം ചെയ്യുന്നത്. മുളങ്ങുന്നതുകാവ് ESI ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് 2 ടോക്കൺ സമ്പ്രദായം നൽകുന്നത് അവസാനിപ്പിക്കുക, മരുന്ന് വിതരണത്തിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം. അഡ്വക്കേറ്റ് സണ്ണി തോമസ്, അഡ്വക്കേറ്റ് ബിജോയ് ദേവസി, ജയൻ മംഗലം, PT അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാഴിയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശികളായ അരക്കുളങ്ങര വീട്ടിൽ ആയിഷ, അനീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പാഴിയോട്ടുമുറി കയറ്റത്തിൽ രാവിലെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി നായ ചാടിയപ്പോൾ ആയിഷയും അനീസും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബഹ്റൈനിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃത്തല്ലൂർ സ്വദേശി മരിച്ചു. തൃത്തല്ലൂർ കരിപ്പാടത്ത് വീട്ടിൽ 53 വയസ്സുള്ള ദേവരാജനാണ് മരിച്ചത്. 10 ദിവസം മുൻപായിരുന്നു അപകടം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ശനിയാഴ്ച വൈകിട്ടോടെ നാട്ടിലെത്തിക്കും. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ 22 വർഷങ്ങൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം മാട് തോട്ടുപറമ്പത്ത് ഇബ്രാഹിമിനെയാണ് SI KP ആനന്ദ്, CPOമാരായ MP വിജയൻ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1997 കേസിനാസ്പദമായ സംഭവം. പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി കീഴിൽ ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ക്യാൻസർ രോഗികൾക്ക് തലമുടി ദാനം ചെയ്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസർ അപർണ ലവകുമാറാണ് അമല ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്കായി തലമുടി മുറിച്ച് നൽകിയത്. 3 വർഷം മുമ്പും തന്റെ തലമുടി 80% നീളത്തിൽ മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കുന്നതിനായി അപർണ നൽകിയിരുന്നു. നേരത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ച കുടുംബത്തിന് തന്റെ കയ്യിലെ സ്വർണ്ണവള ഊരി നൽകിയ പോലീസ് ഓഫീസറാണ് അപർണ ലവകുമാർ. ജില്ലാ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ തുടരുന്നു. ലോങ് ജംപ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, റിലേ മത്സരങ്ങളുടെ ഫൈനലാണ് 2 ദിവസമായി നടക്കുന്നത്. അത്ലറ്റിക് മീറ്റിൽ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള 500ഓളം കായിക പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. ഡോക്ടർ MS മേനോൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ MS മേനോൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ പുരസ്കാര ജേതാവ് ഡോക്ടർ TB വേണുഗോപാല പണിക്കർ ഡോക്ടർ MS മേനോന്റെ സഹധർമ്മിണി ശാന്തകുമാരിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ TK നാരായണൻ ശ്രീശങ്കര സ്തുതികൾ ശ്രീമദ് ശങ്കരാചാര്യർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ K മുത്തുലക്ഷ്മി പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ V സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. CR ദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ VK വിജയൻ,
ഡോക്ടർ പി.എൻ. ഗണേശ്, ഡോക്ടർ കെ. ഭാരതി തുടങ്ങിയവർ സംസാരിച്ചു. കാറുകൾ വാടകയ്ക്കെടുത്ത് ഉടമകൾ അറിയാതെ പണയപ്പെടുത്തി പണം തട്ടുന്ന കേസിലെ പ്രതിയെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനി പോക്കാക്കില്ലത്ത് അജ്മലാണ് പിടിയിലായത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 27ഓളം കാറുകൾ ഇയാൾ ഇത്തരത്തിൽ പണയം വെച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിലെ കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. സംഘരാഷ്ട്ര നിർമ്മിതിക്കെതിരെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി. തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ.എസ്. നവാസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ആരിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, മുനീബ് കാരക്കുന്ന്, ഷരീഫ് പി. അബ്ദുള്ള, ഐ. ഗോപിനാഥ്, കെ.ഐ. ഇഹ്സാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാപ്രാണത്ത് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി സഞ്ജയ് രവി അറസ്റ്റിൽ. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ ജനരോഷം. ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേബിൾ ടിവി മേഖല നേരിടുന്ന വെല്ലുവിളികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഹൈബി ഈഡൻ MP. കോർപ്പറേറ്റ് ഭീമന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹൈബി. പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. സമയപരിധി കഴിഞ്ഞുവെന്ന കാരണത്താൽ ആനുകൂല്യം നിഷേധിക്കാൻ പാടില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ. വി. മുരളീധരന് സസ്പെൻഷൻ. ബില്ലുകൾ പാസാക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സസ്പെൻഷൻ. സ്കൂൾ കായിക അധ്യാപകരുടെ ചട്ടപ്പടി സമരം തുടരുന്നു. അനിശ്ചിതത്വം മാറാതെ കായിക മേളകൾ. തൃശൂർ കാനാണി വാടാനപ്പള്ളി റൂട്ടിൽ ഈ മാസം 26 മുതൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ച സൈരൻ 3 ബൈ ചുങ്കത്ത് ജുവലറി, MG റോഡ്, തൃശൂർ. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.